അപ്പൊ എന്നോട്ടാ ഇനിയിപ്പോ ഓടാൻ ഇറങ്ങുന്നേ? ഇറങ്ങിയോ അതോ? ഇല്ല, ഇറങ്ങിയില്ല. ഇനി കുറച്ച് ഇതുണ്ട്. ഒന്ന് സർവീസ് ഒക്കെ ഇന്നലെ വണ്ടി എടുത്തോണ്ട് വന്നേ ഉള്ളൂ. സർവീസ് ഒക്കെ ചെയ്യണം. ട്രാവലറിന്റെ ഒക്കെ അകത്തൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സംഭവം നമ്മൾ കാണാറ്. ഹലോ ഗൈസ്, അപ്പോൾ ഇറ്റ്സ് മീ ദിൽ വ്ളോഗ്സ്. അപ്പോൾ ദില്ലോട്ട വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നൊരു ആപ്പേ ക്ലാസിക്കിന്റെ ഒരു റിവ്യൂ ആണ്. അതായത് ഗൈസ്, ബോഡി വർക്ക് അതിന്റെ അപ്പോൾസറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു കിടുകിണ്ണാച്ച് വണ്ടിയുടെ റിവ്യൂ ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഓട്ടോയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ശരിക്കും പണി നടത്തി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയാണിത് കണ്ടല്ലോ, മൊത്തം ലൈറ്റൊക്കെ ഇട്ട് തന്നെ തിളക്കി വരുന്നുണ്ട് സാധനം. അപ്പോൾ ഗൈസ്, അപ്പോൾ മെയിനായിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗൈസ്, അപ്പോൾ മൾഗാർഡിൻ്റെ ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിൻ്റെ ആ സാധനം മാറ്റി അതിൻ്റെ മടക്കി ക്രോമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തപ്പോഴത്തേന് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആ ഒരു ലുക്കും കാര്യങ്ങളും സെറ്റായി കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, ഒരു സൈഡിൽ നിന്ന് സ്റ്റീലും കാര്യങ്ങളുടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്കിതിനകത്ത് വെറൈറ്റി സാധനത്ത് കണ്ടില്ലേ, നമ്മുടെ ബോഡിയുടെ ഈ ഒരു ഗ്രൂവിൻ്റെ അടിയിലും നിയോൺ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിയാലും മൊത്തത്തിൽ ഒരു സ്റ്റീൽ മയം നമുക്ക് കാണാൻ പറ്റും. അപ്പം കുത്തുകാലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം സ്റ്റീലിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അകത്തോട്ട് നമുക്ക് കയറാം. അപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പോൾസറി പിന്നെ ഇൻറ്റീരിയർ ആണല്ലോ നമ്മളെല്ലാവരും കാണാൻ കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനം. അപ്പം ഗൈസ്, അപ്പോൾ വണ്ടിയുടെ ആദ്യം നമുക്ക് ബൈക്കിൽ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ്, ആയാലും വണ്ടിയുടെ അകത്തത്തെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു സെറ്റപ്പ് ഒരു കളർഫുൾ സെറ്റപ്പാണ്. ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു തട്ടപ്പോൾസറിയാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ. അപ്പോൾ ആ വെറൈറ്റി എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ബൈക്കിലോട്ട് നമ്മൾ വരുമ്പോഴത്തേന്തേ കണ്ടില്ല, അതായത് നമ്മുടെ ട്രാവലറിൻ്റെയൊക്കെ ഉള്ളിലെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് ഗ്ലാസ് ഇട്ടിട്ട് നമ്മളിങ്ങനെ പടം. ഇത് ഗ്ലാസ് തന്നെയല്ലേ ബ്രോ? ഇത് ഗ്ലാസ് അല്ല, പക്ഷേ വേറൊരു ഗ്ലാസും അല്ല, ഫൈബറും അല്ല. ഷീറ്റാ. ഓക്കെ ഓക്കെ, ഷീറ്റ് എന്ന് പറയും. അപ്പം ഗൈസ്, ഇത് കൂടുതലായിട്ടും ട്രാവലറിനകത്താണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം മിക്ക വണ്ടിയിലും ആളുകൾ ഈ നിയോൺ ലൈറ്റും വെച്ചിട്ട് ഇതുപോലെ ഗ്ലാസും കൊടുത്തുള്ള പരിപാടിയാണ് ഇപ്പം കൂടുതലായിട്ടും ആളുകൾ ഇറക്കുന്ന ഒരു സംഭവം. അപ്പം ഗൈസ്, അപ്പോൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല പക്ക കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബൈക്കിലാണേലും സെഹ്റ ഫാത്തിമ, കുഞ്ഞിൻ്റെ പേരാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ബൈക്കിൽ നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ബാക്കി അകത്തത്തെ സംഭവങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ സീറ്റ് എന്ന് പറയുന്നത് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ സീറ്റ്. അതായത് നമ്മുടെ സീറ്റിൻ്റെ, അതായത് എരുമേലി സീറ്റിൻ്റെ അതേ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമാണ് ഈ സീറ്റിനും വന്നേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ചാര് കൂടുതലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ചാര് ഇച്ചിരി ആക്കിയിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പോൾ ഞാൻ ഏതായാലും അകത്തോട്ടൊന്ന് കയറിയിരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഹസാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന കാരണമാണ് നമ്മുടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉണ്ട്, ബ്ലിങ്ക് ചെയ്ത് കത്തുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെ ഇതാണ് ഈ കാണുന്നത്. ഇതെല്ലാം എന്തേ ഇതിങ്ങനെ മോഡ് മാറ്റാം അല്ലേ. ഓരോ സ്വിച്ചിനും ഓരോ മോഡാണ്, ഓരോ ശൈലിക്ക് ഓരോ പ്രാവശ്യം നമ്മൾ നിർത്തി ഓണാക്കി ഇടുമ്പോഴും ഓരോരോ മോഡ് വരും. ഓക്കെ ഓക്കെ. അപ്പം ഗൈസ്, അപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടല്ലോ, ഒരു ഗ്ലാസ് അല്ല എന്നാൽ ഫൈബറും അല്ല, ഒരു വേറൊരു മെറ്റീരിയലാണ്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഗ്ലാസ് ഇട്ട ഒരു ഫ്രെയിമിന്റെ അകത്ത് പിക്ചർ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യും? അത് നമുക്കത് അയച്ചു കൊടുത്താൽ മതി. ഓ അങ്ങനെ. ഡിസൈൻ ചെയ്ത് തരും. ഈ വണ്ടിയുടെ ഈ ബസിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ട് നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ സെറ്റ് ആക്കാം. അപ്പം ഗൈസ്, അപ്പം ചാര് നല്ല രീതിക്ക്, അതായത് നമ്മുടെ വണ്ടിയെക്കാട്ടിലൊക്കെ നല്ല ചാര് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് പോലെ തന്നെയുണ്ട് അല്ലേ. മറ്റേ അവിടുത്തെ സീറ്റ് തന്നെയാണ്, എരുമേലി ചെയ്യുന്ന ആ സെയിം സീറ്റ് തന്നെയാണ്. അവിടുത്തെ ആള് തന്നെ നമുക്ക് ചെയ്ത്, എരുമേലി സീറ്റ് ചെയ്യുന്ന ആള് തന്നെയാണ്, എരുമേലി സീറ്റ് ചെയ്യുന്ന ആള് തന്നെ നമുക്ക് ചെയ്ത് തന്നേക്കുന്നത്. ഓക്കെ. അത് ഈ സ്റ്റിച്ചിങ് ഉണ്ട്, അതായത് എരുമേലി സീറ്റിന്റെ മെയിൻ സാധനമാണ് ഈ സ്റ്റിച്ചിങ്. ഈ സ്റ്റിച്ച് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഇത് എരുമേലി ചെയ്ത സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവും. അവിടുത്തെ കടയിൽ നിന്ന് ചെയ്യുന്ന ഒരു പുള്ളിയാണ് നമുക്ക് ചെയ്ത് തന്നത്. ഓക്കെ. പിന്നെ ഈ സാധനം നിങ്ങൾ കവർ അടിപ്പിച്ച്, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്നേ സൈഡിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് നമ്മുടെ തലയൊക്കെ ഇങ്ങനെ ചായച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെ കൂടുതലും ഇതാകും. ഇപ്പം കവർ ഇല്ലെന്നുണ്ടെങ്കിൽ റെക്സിനകത്ത് എണ്ണമയവും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തുടച്ച് മൊത്തം മാറ്റാൻ പറ്റും. പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ കവർ അടിച്ചല്ലോ, മൊത്തം ഒരു ഗ്ലോസി ഒരു സെറ്റപ്പ് ആക്കി അല്ലേ. മൊത്തം കവർ അടിക്കുക, കാരണം പൊടിയോ കാര്യങ്ങളോ ഇപ്പോഴത്തെ അവസ്ഥ, റോഡിന്റെ അവസ്ഥ പൊടി കയറിയാൽ നമുക്ക് എപ്പോഴും തൂക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ കളറും വാങ്ങുന്നുള്ളതുകൊണ്ട് ഫുള്ള് കളറും കാര്യങ്ങളും അടിച്ചു. അപ്പൊ ഫ്രണ്ടിൽ നമ്മുടെ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ തന്നെ സ്പീക്കറിന് വേണ്ടി ഡ്രൈവർ സീറ്റിന്റെ ബൈക്കിലുണ്ട്. ഡിക്കി മറ്റേ ഡിക്കിയാണ്, ഡിക്കി ഡോറായിട്ടുള്ള ഡിക്കി ഡോറാണ് കേസ് അപ്പം പണിത് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് എത്ര ഇഞ്ചിന്റെ സ്പീക്കർ ആയി കിടക്കുന്നത്? അപ്പൊ ഫ്രണ്ടില് 4 ഇഞ്ചിന്റെ. അവിടെ ഉണ്ട്. ഇത് നമുക്ക് ഈ രണ്ട് സ്വിച്ച് നമുക്ക് സ്വിച്ച് കണ്ടിടുമ്പോ ഈ
വേണമെങ്കിൽ മാത്രം ഓണാക്കിയാൽ മതി. ഈ സ്വിച്ച് ആണ് ഈ 2 സ്പീക്കറിന്റെ. ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓണാക്കുമ്പോ ഇവിടുത്തെ 2 ബാക്കിൽ മാത്രമേ കേട്ടത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ 2 സ്വിച്ച് ഓണാക്കിയാൽ ഈ 2 കൂടെ കേൾക്കും. അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ ഗ്ലാസിന്റെ അവിടെ ഉണ്ട് സ്പീക്കർ, അവിടെ 4 ഇഞ്ചിന്റെ സ്പീക്കർ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിലായിട്ട് ഇവിടെ 6 ഇഞ്ചിന്റെ, ഇത് എത്ര 6 ഇഞ്ച്. അപ്പൊ ഏറ്റവും പുറകിൽ 9 ഇഞ്ചിന്റെ ബാക്കിലും കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും കൊള്ളാം. അപ്പൊ ഏതായാലും ഫ്രണ്ട് സീറ്റിലോട്ട് ഒന്ന് കയറിയിരുന്നു നോക്കട്ടെ. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് സീറ്റ്, അതിന്റെ അപ്പോൾസറി വർക്ക് കാര്യങ്ങള്, ലൈറ്റ് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പൊ ഈ ഒരു സെറ്റപ്പാണ്. അപ്പൊ ഏതായാലും ഇനി ഫ്രണ്ട് സീറ്റിലോട്ട് വരുമ്പോഴത്തേന് അതേപോലെ തന്നെ നമ്മുടെ ആ സീറ്റിൻ്റെ പോലെ തന്നെ. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അതേ സെറ്റപ്പ് തന്നെ സീറ്റും കാര്യങ്ങളും. പിന്നെ കൈസ് അപ്പം ഫ്രണ്ടിൽ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്. ഫ്രണ്ടിലത്തെ തട്ടും കാര്യങ്ങളും എല്ലാം അതേ സെയിം കളറാണ്. അതായത് ഒരു ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പക്ക ഒരു ബ്ലൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്ലൂ അല്ല, വേറൊരു സൈസ് ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളും. അപ്പോൾ മൊത്തത്തിൽ ഇപ്പം ബ്രോ പറഞ്ഞേക്കുന്നത് വേണ്ടി ഇതാണെന്ന് പറഞ്ഞു കേട്ടോ. ബസ്സിൻ്റെ പടം, അതായത് നമുക്ക് ഇഷ്ടമുള്ള ബസ്സിൻ്റെ എന്ത് പടമാണെങ്കിലും നമുക്ക് ഈ ഗ്ലാസ്സിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഇവിടെ നമ്മുടെ സെറ്റ് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിൻ്റെ സ്പീക്കർ ഫ്രണ്ടിൽ, 6 ഇഞ്ചിൻ്റെ സ്പീക്കർ ഇവിടെ, ഏറ്റവും ബാക്കിൽ 9 ഇഞ്ചിൻ്റെ സ്പീക്കർ. അപ്പോൾ അതാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾസറിയുടെ മൊത്തത്തിലുള്ള കുറച്ച് പരിപാടികൾ. അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ ഒരു വൈഡ് ലുക്ക് ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പം നമ്മൾ മേളിൽ നോക്കുവാണെങ്കിൽ തട്ടപ്പോൾസറി ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ മൂടും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും കൊള്ളാം. അപ്പം പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോഴത്തേനും കണ്ടില്ല, അതായത് നമ്മുടെ ബോഡി പോലൊക്കെ തന്നെ. പിന്നെ ഇവിടെ വാട്ടർ ചാനലും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബാക്ക് സൈഡിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം ബാക്കിൽ അപ്പം കൈസ് അപ്പോൾ എനിക്ക് തെറ്റ് പറ്റി. അപ്പം പുത്തൻ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ അനുസരിച്ചാണ് പുത്തൻ എന്ന് പറഞ്ഞത്. അത് നമ്മൾ സെക്കൻഡ് തന്നെ എടുത്തല്ലേ എടോ? അല്ലേ, നമ്മൾ സെക്കൻഡ് എടുത്തല്ലേ? ഒരു വണ്ടി എടുത്തിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഓഹോ, നമ്മൾ എടുത്തിട്ട് 3 മാസം കഴിഞ്ഞ് വേറെ ആൾക്ക് കൊടുത്ത്. പിന്നെ വേറെ ആളെടുത്ത എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അയാള് വേറെ ഗൾഫിൽ വിസ കിട്ടിയ പുതിയ വണ്ടിയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പുതിയ വണ്ടി നോക്കി നടക്കുമായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ അപ്പൊ അങ്ങനെ ഇത് കിട്ടിയപ്പോഴത്തേന് അങ്ങനെ നമ്മൾ എടുത്ത നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും ഒരു സാധാ രീതിയിലുള്ള നോർമൽ സെറ്റപ്പ് ആയിരുന്നു. നോർമൽ സെറ്റപ്പിലായിരുന്നു. നീയൊന്നും അല്ലായിരുന്നു. നമ്മളൊരു 3-4 മാസം കിടന്ന് ഓടി ഇതായിട്ട് നമ്മള് സെറ്റപ്പാക്കി ഓക്കെ എടുത്തു. അപ്പം കഴിച്ചപ്പോൾ ബാക്കിലത്തെ ഡോറാണ് കേട്ടോ. ബാക്കിലത്തെ ഡോർ നമ്മുടെ മറ്റേ അംബാസിഡറിന്റെ ഒക്കെ പോയി പ്രസ് ചെയ്യണം, അത് തിരിച്ചാൽ മതിയോ? ഇങ്ങനെ അപ്പം കൈസ് പോകുന്നുണ്ട്. അപ്പം ബാക്കിലെ ഡോറെ അപ്പോൾ വേണ്ട ഒരു കർട്ടൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണത് നമ്മുടെ 9 ഇഞ്ചിൻ്റെ ഓവൽ സ്പീക്കർ ഇരിക്കുന്നത് നമ്മുടെ ബാക്ക് ഡിക്കിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം മൊത്തത്തിൽ സൗണ്ടിൻ്റെ ഭയമായിരിക്കുമല്ലോ. 2 സ്പീക്കർ കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇവിടെ നടക്കാൻ കേൾക്കാനും പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. അപ്പം കൈസ് അപ്പം 9 ഇഞ്ചിൻ്റെ വേൾടെക്കിൻ്റെയാണ് കേട്ടോ. അപ്പം വേൾടെക്കിൻ്റെ സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു കർട്ടൻ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ബാക്കിലും ഉണ്ട്. നല്ല പാടാണ് അടയ്ക്കാൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ലൈറ്റ് ഉണ്ടല്ലേ? രാത്രി നല്ല ഇതായിരിക്കും. ഈ സൈഡിലും ഓഹോ, നിയോണ്ട് ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ബോഡിയിൽ നമ്മുടെ ഈ സൈഡിൽ ബോഡിയുടെ അവിടെ നമ്മൾ അപ്പുറം ഇപ്പുറം എല്ലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ മൊത്തത്തിലൊരു ലുക്ക് സെറ്റപ്പ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇതിനകത്ത് സൈഡിൽ നമ്മുടെ വെറൈറ്റി എന്ന് പറയാൻ കൈസ് അപ്പോൾ ഒരു ബമ്പർ ലിപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ഇത് നമ്മുടെ തട്ടിൻ്റെ ഇവിടെ നമ്മൾ സ്റ്റീൽ കൊടുത്തല്ലേ? അപ്പോൾ ഒരു സ്റ്റീല് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ച്. ഓക്കെ. പിന്നെ വീൽ കപ്പ്. പിന്നെ ഇത് ഇതല്ലേ നമ്മൾ മറ്റേ പറഞ്ഞേ? അതല്ലടാ, ബാക്കിലത്തെ അല്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേ നമ്മുടെ മഡ്ഫ്ലാപ്പ് അല്ലേ സാധനം? ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിന് നമുക്കിനി എന്തായി കോസ്റ്റ് കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വണ്ടി പണിത് സെറ്റപ്പ് ആക്കിയപ്പോൾ എന്നാ ആയി നമ്മുടെ ചിലവ്? ഏകദേശം ഫുൾ സെറ്റ് ഒരു 65 രൂപയ്ക്ക് അടുത്തായി ആണ്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾസറിയും ബോഡി വർക്കും എല്ലാം ഓരോരുത്തർക്ക് കൊടുക്കുവാണ്, അത് മൊത്തം ഒരുമിച്ച്? അല്ല, നമ്മൾ കൊടുത്ത വർക്ക്ഷോപ്പില് ഫുൾ സെറ്റപ്പ് ഉണ്ട്. എല്ലാം ബോഡി വർക്ക്, അപ്പോൾസറി, കട്ട് എല്ലാം ഉണ്ട്. എല്ലാം ഒരിടത്ത് കൊടുത്താൽ അവരെല്ലാം ചെയ്തോളും. നമ്മൾ അവിടെ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ രീതി വണ്ടി ആക്കി തരും. നമ്മൾ തട്ട് ചെയ്തിട്ട് വേറെ അവിടെ കൊണ്ട് അപ്പോൾസറി ചെയ്യാൻ അങ്ങനത്തെ മൊത്തം അവിടെ തന്നെ ഉണ്ട്. എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഏത് രീതിയിലത്തെ വർക്ക് വേണ്ടതുണ്ട്. സ്റ്റീലൊക്കെ നമ്മൾ ഏത് രീതി ഇച്ചിരിയുടെ സ്റ്റീലിന്റെ വർക്ക് കൂട്ടണമെങ്കിൽ ഇച്ചിരിയുടെ സ്റ്റീലിന്റെ വർക്ക് കൂട്ടാം. നമ്മൾ പറയുന്ന രീതി അതിനുള്ള എമൗണ്ട് ആവും സ്റ്റീലിന്. മനസ്സിലായി.
ഇത്രയും സ്റ്റീൽ വേണ്ടെങ്കിൽ ആ രീതിക്ക് ഓക്കെ 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 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർ ചെയ്ത് തരും. ഇവിടെ ഒരു സ്റ്റീലൊക്കെ കുത്തുകാല് പോലെ ഫ്രണ്ടിൽ നിന്നുള്ളത്. അപ്പം കൈസ് ഇപ്പം മൊത്തം അതായത് ബ്രോ മൊത്തത്തിൽ ഒരു റേറ്റിൽ മൊത്തം വണ്ടി കൊടുത്തേക്കുമായിരുന്നു, എടുക്കുക. എന്നാലും ഇപ്പം ബോഡി വർക്ക് അല്ലെങ്കിൽ നമ്മുടെ പടുത കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും റേറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മൊത്തം 65 രൂപ അടുത്തായി അല്ലേ? നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു. വണ്ടി കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയും ഇത്ര രൂപ ഏത് രീതിയിലുള്ളതാണ് കാണിക്കും, ഫോട്ടോ കാണിക്കുന്നു മോഡൽ. പിന്നെ ഈ രീതിയിൽ ഇത്ര രൂപ ആകുമെന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞു 50 രൂപ 60 രൂപ ആകുമെന്ന് പറഞ്ഞു. എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു, 65 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടില് പിന്നെ ഹോൺ ഏതിൻ്റെയാണോ ഇരിക്കുന്നത്? ഹോൺ അത് നമ്മൾ ചുമ്മാ അടിച്ചോ. അയ്യോ നല്ല സൗണ്ടാണല്ലോ. അതേതാ അത്? ഡെൻസോ അല്ലേ? ഡെൻസോ എന്നുള്ള ഹോണാണ് കേട്ടോ. അപ്പൊ നല്ല, അതായത് നമ്മുടെ ഇരിക്കുന്ന ആ റൂട്ട്സിന്റെ ഹോൺ പോലെ ഒന്നും അല്ല, ഇത് നല്ല എയർ ഹോണിന്റെ അതേ സെറ്റപ്പ് നല്ല സാധനം. കൊള്ളാം. അപ്പം ഹോണും കാര്യങ്ങളും ഉണ്ട്. ഈ ലൈറ്റ് വർക്കാണോ? ഷോ വേണം, കണക്ഷൻ കൊടുക്കാന്ന് മാത്രം. വെച്ച് കഴിഞ്ഞാൽ പണിയാ അല്ലേ? കൊടുത്തിട്ടില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് അതിനകത്ത് വർക്ക്. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതായാലും ഇന്റീരിയറിനകത്ത് ചെയ്തേക്കുന്ന ഒരു ഗ്ലാസ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം കൂടുതൽ എൻക്വയറി ഉള്ള മിക്കവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ ട്രാവലറിൻ്റെ ഒക്കെ അകത്തൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സംഭവം നമ്മൾ കാണാറ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഫോട്ടോ അങ്ങനെ വണ്ടി അങ്ങനെയൊക്കെയാണ് കസ്റ്റം ചെയ്ത് നമുക്ക് കയറ്റാൻ പറ്റും. ഏത് വേണം കൊടുക്കാം, അവരപ്പോൾ അത് ചെയ്ത് തരും. വേണം. അപ്പം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ വേണം അല്ലേ? സെറ്റ് ചെയ്ത് തരും. അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ഓവറോൾ മൊത്തത്തിലുള്ള വർക്കും കാര്യങ്ങളും എല്ലാം. വെള്ള ലൈറ്റാണ് കേട്ടോ. പക്ഷെ ഈ വെള്ള ലൈറ്റ് ഇതിപ്പോൾ എന്നാ ഇപ്പം നമ്മളല്ലാതെ വാങ്ങിച്ചാണോ? ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അപ്പൊ അല്ലാതെ ഇതിനിപ്പോ എന്നാ വെള്ള ലൈറ്റിന് എന്നാ റേറ്റ് വരുന്ന പോലെ അന്വേഷിച്ചായിരുന്നു? 700 രൂപ 800 രൂപ ഫിലിപ്സിന്റെ ഒറിജിനൽ അല്ലേ? LED അത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഇതിന്റെ ഡീലറാണ്. ഓഹോ. അപ്പൊ അവൻ കോട്ടയത്തുള്ളവനാ. അവൻ നമ്മളുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു, ഞാൻ ഇറങ്ങിയപ്പോ തന്നാണ്. ഓക്കെ. അപ്പം വെള്ള ലൈറ്റ് അല്ല തന്നെ ഇങ്ങനത്തെ എന്നാ ഇത് ഗ്ലാസും ഇതിന്റെ ഇത് മൾഗാർഡും എല്ലാം മാറ്റി കഴിയുമ്പോഴത്തേനും എല്ലാവരും വെള്ള ലൈറ്റ് വെക്കും. അല്ല ഇതിനകത്ത് വെള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു രസമുള്ളൂ. അല്ല പിന്നെ മഞ്ഞവെട്ടം വന്നു കഴിഞ്ഞാൽ. പക്ഷെ വേറൊരു സംഭവമുണ്ട്, തുറന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ വെള്ളവെട്ടം കുറെ അടിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ മൊത്തം പതറിപ്പോകും. നമുക്ക് മറ്റേതിനകത്ത് ഒരു പോയിന്റായിട്ട് കിട്ടത്തില്ല ഈ സാധനം. മഞ്ഞ ലൈറ്റ് ആണ് നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് ക്ലിയർ. അതേ പറ്റത്തുള്ളൂ. ഇതിപ്പം ഉപയോഗിച്ചേക്കുന്ന ഒരു 4-5 പേര് എന്നോട് പറഞ്ഞു വെള്ളം കയറ്റി കഴിഞ്ഞാൽ അവസാനം അടിച്ചു കഴിയുമ്പോൾ മൊത്തം പതറി കിടക്കും, നമുക്ക് കറക്റ്റ് ഒരു വിഷ്വല് കാണത്തില്ല, കിട്ടത്തില്ല. അപ്പൊ ഇതിനകത്ത് ഈ വീൽ കപ്പ് കാര്യങ്ങളെല്ലാം ഇവര് തന്നെ സെറ്റ് ചെയ്ത് തന്നാണോ? വീൽ കപ്പ്, നമ്മുടെ ഹെഡ്ലൈറ്റിന് ഇവിടുത്തെ ഈ ഗാർഡ് ഇതെല്ലാം നമ്മൾ തന്നെ. മിററും എല്ലാം നമ്മൾ തന്നെ. ഓക്കെ ഓക്കെ. അതാണ് ഈ നെറ്റിയിൽ കൊടുത്തേക്കുന്ന എല്ലാം നമ്മുടെ സ്റ്റീലിന്റെ ആണിയാണ് കേട്ടോ. അപ്പോൾ അതായത് മൊത്തത്തിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്രോം ഒരു സെറ്റപ്പ് കിട്ടും. അതുമല്ല പിന്നെ മഴയും വെള്ളമൊക്കെ വരുമ്പോഴത്തേനാലും കൂടുതലും വെള്ളം നിൽക്കുന്നതും കൊള്ളുന്നതായിട്ടൊരു സ്പോട്ടാണ് നമ്മുടെ ഈ നെറ്റി. അപ്പോൾ അത് പിന്നെ മൊത്തത്തിൽ തുരുമ്പും കാര്യങ്ങളുമായിട്ട് പോകും. പക്ഷെ നമ്മുടെ കണ്ടില്ല, നമ്മുടെ അതിനകത്ത് നോർമലായിട്ടുള്ള ഇതാണ്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഇതാണ്. പക്ഷേ അത് സ്റ്റീലായ കാരണം ആ ഒരു ലുക്കുണ്ട്, അതിന് പ്രത്യേകിച്ചൊരു മൊത്തത്തിലൊരു സ്റ്റീലിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ വണ്ടിക്ക് കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് തോന്നുന്നു അതെ ഇവിടുന്ന് ഫ്രണ്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ മഞ്ഞ ഈ ലൈൻ ഇവിടുന്ന് ബോഡിയിൽ നിന്ന് ഇവിടെ സെപ്പറേറ്റ് ഇത് വെച്ചിട്ട് ഇപ്പോൾ മിക്കവരും ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഓരോരുത്തവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്യുന്നതനുസരിച്ച് വണ്ടിയുടെ ഫ്രണ്ട് ഇച്ചിരി നിവരും. അപ്പോൾ അതനുസരിച്ചുള്ള ലുക്കും വ്യത്യാസങ്ങളും എല്ലാം ഫ്രണ്ട് നിവർത്തിയതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ വ്യത്യാസം ആ വണ്ടിക്കകത്ത് നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഏതായാലും മൊത്തത്തിലൊരു കളർഫുള്ളാണ്. അതായത് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും റെഡും ബ്ലൂവിലും ഉള്ളൊരു കളർ കോമ്പിനേഷനിലാണ്. അപ്പോൾ എല്ലാ കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കളർഫുൾ സെറ്റപ്പാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ബോഡി വർക്കും അതിൻ്റെ അട്ടപ്പോൾസറി കാര്യങ്ങൾ. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇതിനകത്ത് ഇപ്പം ആക്സറീസ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ തന്നെ വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ കിട്ടുന്ന ആപ്പേ ഓട്ടോയ്ക്ക് കിട്ടുന്ന അതേ സെയിം സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക, ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിച്ചോ, കമൻറ്റ് ഇട്ട് നിങ്ങൾ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല.
അപ്പം ഗൈസ് അപ്പോൾ ഓക്കെ ബൈ. അപ്പം ഗൈസ് അപ്പോൾ നല്ല മഴ വരുന്നു കേട്ടോ. അപ്പം മഴ വരുന്നു, അപ്പം പുള്ളിക്കാരനും പോവാണ്. അപ്പോൾ ഓക്കെ ബൈ.